ഇന്ന് നമുക്ക് ഉച്ചക്കലത്തേക്കുള്ള പരിപാടി തുടങ്ങാം. ഉച്ചയ്ക്ക് ഇതാ കപ്പളങ്ങയും പരിപ്പും തേങ്ങ അരച്ച് വെച്ചത്, പിന്നെ ഇതാ ബീറ്റ്റൂട്ട് ഉപ്പേരി വെക്കണം. എല്ലാം നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്ന് അരിഞ്ഞ് ഉപ്പേരി വെക്കണം, കറി വെക്കണം. പിന്നെ അതിൻ്റെ കൂടെ ഇതാ അയില വാങ്ങിയിട്ടുണ്ട്, അയില വറുക്കുകയും ചെയ്യാം. കപ്പളങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പരിപ്പും തക്കാളിയും നമുക്കിതെല്ലാം കഴുകിയിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇന്ന് ഓണമൊക്കെ അല്ലേ വരുന്നത്. ഇന്ന് കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം കൂടിയാണ് കേട്ടോ. അന്നേരം നോക്കുമ്പോഴാണ് കഴിഞ്ഞല്ലോ ഉണക്കി വെച്ചതാ ഉണക്കമാങ്ങ ഇരിക്കുന്നത്. അച്ചാറിടാൻ എടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ. സമയം പോലെ നമുക്ക് അച്ചാറിടാം. മീനൊക്കെ വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട്. നമുക്ക് വറക്കാൻ വേണ്ടിയിട്ട് ഇതാ മഞ്ഞപ്പൊടി, ഉപ്പ്, മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നാരങ്ങയും കൂടി പിഴിഞ്ഞു കൊടുക്കാം. മീനൊക്കെ പുരട്ടി വെച്ചു. അന്നേരമാണ് പിള്ളേർക്ക് ചിക്കൻ കുറച്ച് ഫ്രിഡ്ജിലുണ്ടായിരുന്നു, അത് വറുത്തത് മതി പോലും. അന്നേരം നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിൽ കയറ്റി വെക്കാം. നമുക്ക് കഴുകി പുരട്ടി വെക്കാം കേട്ടോ. ചിക്കനും കൂടി പുരട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ചോറ് നാനാകുമ്പത്തിന് എടുത്തിട്ട് വറക്കാം. അടുപ്പത്താണ് ചോറ് കേട്ടോ. ചോറ് ഏകദേശം വെന്തിട്ടുണ്ട്. ഇതിന് ചോറ് നൂറ്റി വെക്കട്ടെ. കപ്പളങ്ങയിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കുക. തേങ്ങ ഉണ്ട്, ചെറിയ ജീരകം, മഞ്ഞപ്പൊടി, വെളുത്തുള്ളി. കറണ്ട് വന്നിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. കപ്പളങ്ങ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ തേങ്ങ അരച്ച് ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് നല്ലോണം തിളച്ച് വരട്ടെ. അന്നേരത്തേക്ക് നമുക്ക് കടുക് വറുക്കാം. ബീറ്റ്റൂട്ടൊക്കെ നല്ലതാ കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കാന്താരി മുളക് പറിച്ചിട്ട് വരാം. ഇഷ്ടം പോലെ കാന്താരി മുളക് ഉണ്ട് കേട്ടോ. ഇതാണ് വെള്ള കാന്താരി കേട്ടോ. ഇതിലൊക്കെ ചെറിയ കാന്താരി മുളക് ഉണ്ട്. ഇതിന് കുറച്ച് പറിച്ചെടുക്കട്ടെ. ആവശ്യമുള്ള കാന്താരിയും പറിച്ചിട്ടുണ്ട്. ഒരു 2 തണ്ട് കരിവേപ്പിലയും പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിനി കാന്താരി ചതച്ചിട്ട് തോര വെക്കാം. കറിയിലേക്ക് ഇതാ കടുക് വറുത്തൊഴിക്കാം. കടുക്, ഉലുവ, ചെറിയുള്ളി, കരിവേപ്പില, വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് വാടിയ ശേഷം നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കടുക് വറുത്ത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നമ്മുടെ കപ്പളങ്ങ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പേരി വെക്കാം കേട്ടോ. ഉപ്പേരി വെക്കാനായിട്ട് ഇതാ കടുക് പൊട്ടിച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് അതിലേക്ക് ചെറിയുള്ളി ചതച്ചതും കാന്താരി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഇട്ടിട്ടുണ്ട്. നമുക്ക് ഈ ബീറ്റ്റൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൽ ഉപ്പും ഇട്ട് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് സിമ്മാക്കി വേവിച്ചെടുക്കാം. ബീറ്റ്റൂട്ട് ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കാന്താരി മുളകിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണേ. നമ്മുടെ ഉച്ചയൂണ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതാ നല്ല ചൂട് ജേരിയുടെ ചോറുണ്ട്. മീൻ വറുത്തില്ല, പിള്ളേർക്ക് ചിക്കൻ കടുപ്പ് ചിക്കൻ മതി എന്ന് പറഞ്ഞതുകൊണ്ട് ചിക്കൻ വറുത്തിട്ടുണ്ട്. കപ്പളങ്ങയും പരിപ്പും കൂടി കറി വെച്ചതുണ്ട്. ബീറ്റ്റൂട്ട് ഉപ്പേരി, ഇതാ പപ്പടം ഉണ്ട് കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമുക്ക് ഇങ്ങനത്തെ വീഡിയോസ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സബ്സ്ക്രൈബ്സും ലൈക്കും കമൻസ് ഒക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് ഇങ്ങനത്തെ വീഡിയോസുകൾ ചെയ്യാൻ കുറച്ചും കൂടി നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക. അന്നേരം നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കണേ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.